ഇന്ന് നമുക്കൊരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബോട്ടിൽ വേണം. അത് കൂടാതെ നമ്മൾ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവമാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മരത്തുമേലും അതുപോലെ വേലിയിലൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. മരത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത് ഞാനിങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊന്ന് നനഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വെയിലത്തൊക്കെ വെച്ച് അതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് നമ്മൾ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അത്ര ബലമൊന്നും ഉണ്ടാവില്ല, നമുക്ക് കത്രിക വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്നിപ്പോൾ ഒരു 6 പീസാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമനുസരിച്ച് അതൊന്ന് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വിടവിലായിട്ടൊന്നും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ആ സർഫസിൽ മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുപോലെ അതിൻ്റെ 2 സൈഡിലും നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഈ ഒരു നാച്ചുറൽ ലുക്ക് ആണെങ്കിലും കാണാനായിട്ട് നല്ലതായിരിക്കും. ആ ഒരു ബ്രൗൺ ആയിട്ടുള്ള ഒരു കളർ ഉണ്ടല്ലോ, അതും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 6 പീസസും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബോട്ടിലായിട്ട് ഒരു ലൈറ്റ് കളർ അടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പീസുകൾക്ക് നമ്മൾ ഡാർക്ക് കളർ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു കുപ്പിയാണെങ്കിൽ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിന് മുകളിലായിട്ട് വേറൊരു കളറിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഡാർക്ക് കളർ പെയിൻറ്റ് ആണെങ്കിൽ ഇതുപോലെ ബേസ് കോട്ടായിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ ആദ്യം ഇതുപോലെ വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ഫിനിഷിങ് തോന്നില്ല. ഇപ്പോൾ നമ്മുടെ പെയിൻറ്റൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് കളറും പിന്നെ റെഡ് അക്രൈലിക് പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടുമല്ലോ, അതാണ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇടയിലായിട്ട് റെഡ് കളർ അക്രൈലിക് പെയിൻറ്റും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങളിൽ ലൈറ്റ് ഷെയ്ഡും പിന്നെ ചില ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്ക് കളറും വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെയിം കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയെന്നുള്ളൂ. അങ്ങനെ അതും നമ്മുടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് നമ്മൾ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് ഒട്ടിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ അക്രൈലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിലായിട്ട് ഇങ്ങനെ സ്റ്റെമ്മൊക്കെ വരച്ചു കൊടുക്കില്ലേ, ആ ഒരു രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ സ്റ്റെമ്മൊക്കെ ഒന്ന് വരച്ചെടുത്തപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലീവ്സ് കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ഗ്രീൻ കളർ അക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ട് കുറച്ച് ലീവ്സ് കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലീവ്സ് കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. ഭയങ്കര സിമ്പിളാണ്, പിന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വേലിമേൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ടപ്പോൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നിട്ട് അതിലോൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.